ആദം ബേബി അവനാ വണ്ടീനെ പിടിക്കാൻ പോണ്ടാ എങ്ങടെ പോണേ വണ്ടി ഇരിക്കും നിക്ക് നിക്ക് ഒന്നുകൂട്ടിയേ പങ്കുട്ടിയെ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റൽ ചെക്കപ്പാണ്. ഹോസ്പിറ്റലിലേക്ക് പോകണം. ഞാനും ആദം കുട്ടനും പിന്നെ അപ്പച്ചനും അമ്മിച്ചിയും പിന്നെ നമ്മുടെ കുട്ടുചേട്ടനല്ല ആൽഫിൻ ചേട്ടനും എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഞാൻ ഇവനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പച്ചൻ സമ്മതിച്ചില്ല, ഇവനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെയും കൊണ്ട് പോകണേ. ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പിന് പോയപ്പോൾ ഇവൻ ഫുള്ള് കരച്ചിലായിരുന്നു. ഈ പ്രാവശ്യം ഇനിയിപ്പോൾ കുഴപ്പമുണ്ടാവുകയില്ല എന്ന് വിചാരിക്കും. ചെല്ലും പറയാം എന്താ പരിപാടി ആൾ ചെയ്യാൻ പോകണേന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റുള്ളൂ ഹോസ്പിറ്റലിലേക്ക്. പക്ഷെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരു 1 അവർ എടുക്കും എന്തായാലും. കഴിഞ്ഞ പ്രാവശ്യം കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഡോക്ടറെ എത്താൻ വേണ്ടിയിട്ട്. ഇനി ഈ പ്രാവശ്യം എന്താവുമെന്ന് അറിയില്ല. എന്തേ കസേരമ്മ കയറിയിരിക്കാൻ പോവാ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണല്ലോ ഇന്ന്. ഇപ്പം മെയിൻ ഇഷ്ടമുള്ള ഒരു പരിപാടി ആയിട്ടെ കസേരമ്മ ഇരിക്കുക, ആട്ടി കൊടുക്കണം നമ്മൾ ഒരാൾ. തന്നെ ആട്ടി ഇങ്ങനെ കൊടുത്താൽ മതി. ഇപ്പം അവന് ആടി തുടങ്ങിയിട്ടുണ്ട്. നേരം മിഠായി എടുത്തോണ്ട് പോണേ. ആദം ബേബിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മിഠായി എടുത്ത് പിടിച്ചോണ്ട് കേട്ടാ. എവിടേക്ക് കൊണ്ടുപോണേ? ചേട്ടന് കൊടുക്കാനാ? എനിക്ക് തന്നെ എനിക്ക് തന്നെ മിഠായി വേഗം തരും കേട്ടാ. ഭയങ്കര മിടുക്കന്നെ മിഠായി തരാൻ വേണ്ടിയിട്ട്. ഇതേ പോകും. ഇനി സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പോവാം. പേഴ്സ് എടുത്തില്ലെങ്കിൽ തിണ്ടും. എങ്കടാ എവിടേക്ക് അമ്മി വീരല്ലേട്ടാ എടുക്കാനാ? കിട്ടിയാ? അമ്മ സാധനം എടുത്തു. ഷാളാരെടുത്ത് കളയണേ? കുഞ്ഞാതെ ഷാള് എടുത്ത് കളയണില്ല. അച്ഛാ പോവാ നമുക്ക്. മുടിയാണോ വായല്? അവൻ്റെ വായല് അമ്മാമ്മ ചെരുപ്പിടും. ചേട്ടനും അമ്മാമ്മയും പോവാ. അയ്യോ അമ്മാമ്മയും പോവാ. അമ്മാമ്മയും ചേട്ടനും പോവാണോ നീ? ഞാൻ വന്നില്ല ചേട്ടാ, നീ പോക്കാ. അത് വന്നില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന്. പോവാണോ? അയ്യോ അമ്മാമ്മയും പോണ്, അപ്പാപ്പനും പോണ്, കൊച്ചു പോണ്. ടാറ്റാ. എങ്ങനെ പോണേ? നീ വണ്ടി എടുക്കട്ടെ. വണ്ടി എടുക്കട്ടെ. മറ്റേ അവന്റെ വെള്ളം ഉണ്ടായില്ല. പോവാ നമുക്ക്. ദൈവമേ, അപ്പാപ്പന അമ്മാമി നീ പോയി നിന്നെ കൊണ്ടുപോണ്ട് അന്ന് പോയ പോലെ. പോണ് അവര് പോണ്, ചേട്ടനും പോണ്. സ്റ്റാർട്ടായി. പോർട്ടെ പറഞ്ഞാലും ബേബി. പോർട്ടെ പറയല്ലേ. ചേട്ടൻ പോയില്ലോ. ചേട്ടനെ കൊണ്ട് കുട്ടന്റെ അപ്പാപ്പൻ പോയില്ലോ. കുട്ടു കയറിപ്പോ സഹിച്ചില്ല. അപ്പച്ചൻ കയറിയത് കുഴപ്പമില്ല. കൂടെ കുട്ടനെ കയറ്റിയില്ലേ അപ്പാപ്പൻ? പോയാ കുട്ടുചേട്ടനെ കൊണ്ട് നമുക്ക് ഈ വണ്ടിമ്മ പോയാലോ? ഈ വണ്ടിമ്മ ഇതുമ്മ പോയാലോ? അയ്യോ പോർട്ടെ നാക്ക് വായിലിട്ടെ. പോർട്ടെ എന്ന് പറഞ്ഞേ.
ഒന്നുകൂടി പെൺകുട്ടിയെ അവൾക്കൊന്ന് പങ്കുവിട്ടു കൊടുത്തേ. കൊച്ചിന് ഇപ്പൊ വണ്ടി തിരിച്ചു വരണം. കൊച്ചി കാലത്ത് തുടക്കണ്ട നോക്കിക്കണ്ട. നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ ഈ കാർഡ് എടുക്കണം. ആദ്യം ബേബി ഉറക്കത്തിൽ നിന്ന് നേറ്റു. ഇവനെ അങ്ങോട്ട് കൊണ്ടക്കോ, ഞാൻ അങ്ങോട്ട് വരാം. അവിടെ പോയിരുന്നു. ഞാൻ കാർഡ് എടുത്തിട്ട് വരാം. ഈ ടോക്കൺ എടുക്കണം, അതിന് വേണ്ടി പോവാണ്. അവനോട് ഞാൻ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു അമ്മച്ചോട്. അപ്പോൾ ടോക്കൺ കാർഡ് കിട്ടി. ഇതേനം ഇനിയിപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടോ എന്നുള്ളത് പോയി നോക്കണം. ആദം ബേബി ഇപ്പം ഇറങ്ങോടുന്നു ഡാൻസ് കളിക്കിത്. അവിടെ നിന്ന് നോക്കണുണ്ട്, എന്താക്കുന്ന അറിയില്ലേ. ആദം ബേബി വന്ന ഡോക്ടർ വന്നണ്ടാ. ആദം ബേബി അവനാ വണ്ടീനെ പിടിക്കാൻ പോണ്ടാ, പിന്നെ എടുക്കാനാ. എങ്ങോട്ട് പോണേ? വണ്ടി ഇടിക്കും. നിക്ക് നിക്ക് ഇങ്ങോട്ട് വാ. അതേ പാപ്പനാ മാമ എവിടെ വാ. ചെല്ല്. ടീറ്റി എവിടെയാ? ഞാൻ ഇവിടെ നമ്പർ ബുക്ക് ചെയ്തിട്ട് വരാം. നീ എങ്ങടെ പോണേ? ഇതെന്തിട്ട് ഇത് കാണിക്കണത്? അസാല് വെയിലത്ത് കൂടെ അങ്ങോട്ട് വെയിൽ കൊള്ളാണ്ട് അങ്ങോട്ട് പോക്കോ. ഡോക്ടറെ കണ്ടു. ഇനിയിപ്പോൾ ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ടി എടുക്കാൻ പോവാ. ടി അവിടെ തിരക്കാം, ഫാർമസിയിൽ തിരക്കായിരിക്കും. ടി ഒരു ഡോസ് എടുത്താൽ മതി. ബൂസ്റ്റർ ഡോസ് മാത്രം പറഞ്ഞേക്കണേ. ഒരു ഡോസ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഇപ്പം എടുക്കണം. അതെടുക്കാൻ പോകണം. ആദ്യം ബേബി അവിടെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. ഫുള്ള് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, ഭ്രാന്തളക്കിയ പോലെ. നമ്മുടെ ഫാർമസി അങ്ങനെ ടി എടുക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്പറും കൂടി ബുക്ക് ചെയ്താൽ പരിപാടി. ഞാൻ ഒരു വണ്ടി കയറിയെന്ന് പറഞ്ഞല്ലേ, വണ്ടിയുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ ഹോസ്പിറ്റലിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ആദം ബേബിനെ നോക്കാൻ പോകണുള്ളൂ. ഇനി എവിടെയാന്നുള്ളത്. എന്നിട്ടാണ് അവ ചെയ്യണേ. വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. കുട്ടാ നിനക്കറിഞ്ഞ എൻ്റെ കുഞ്ഞു. ആദ്യം ബേബിക്ക് ജ്യൂസ് വേണ്ടേ? മാംഗോ ജ്യൂസ് മതി. മാംഗോ ഈശ്വര. ആദ്യം ബേബിക്ക് ഇതിട്ട് വേണ്ടേ? അപ്പൊ അവൻ എടുത്തു അല്ലേ? അപ്പാപ്പ വണ്ടി നിർത്തി അപ്പാപ്പ കൂന്ന് വെച്ചിട്ട് അടി. ആർക്കടി? ഇപ്പുറത്ത്. അയ്യോ അത് ബേബിക്ക് വേണോ? ജ്യൂസ് തന്നെ. വലിച്ചു കുടിക്കിട്ടില്ല കുഞ്ഞു. കുട്ടുന്നിട്ട് നോക്കണേ. ഫുള്ള് വന്നിട്ട് അപ്പൊ വീട്ടിലെത്തി. വീട്ടിലെത്തിയപാടെ ഞാൻ വോമിറ്റ് ചെയ്തു. എനിക്കറിയില്ല, കടയിൽ നിന്ന് ജ്യൂസും ഒരു
റോളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതാ തോന്നുന്നു ഇവിടെ എത്രയും മുന്നേ ഫുള്ള് ഛർദ്ദിച്ചു. ആകെപ്പാട് ടയേർഡായി. അവിടെ വരെ പോയതിൻ്റെ ഒരു ക്ഷീണവും പിന്നെ ഛർദ്ദിച്ചതിൻ്റെ ക്ഷീണം എല്ലാവരും ഉണ്ട്. ആദം ബേബിയും ചേട്ടനും കൂടി അവിടെ ഭയങ്കര കളിയാണ്, ഭയങ്കര കളിയിൽ ഏർപ്പെട്ടേക്ക. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാണ്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തിയന്നെ. ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം, ഈ മാസം സ്കാനിങ് ഒന്നും ഉണ്ടായില്ല, ജസ്റ്റ് ചെക്കപ്പ് ഇടുക. പിന്നെ TT എടുത്തിട്ടുണ്ട്. അപ്പോൾ TT എടുത്തതിൻ്റെ ഒരു വേദനയുണ്ട്. TT ഒരു ഡോസ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. അപ്പം അതെടുത്തു. പിന്നെന്താണ്, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, കുഴപ്പമില്ല. അടുത്ത മാസം ഈ സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം സ്കാനിങ്ങും അതിനുള്ള കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോകാൻ വരെ ഞാൻ പടായി എന്ന് പറയും. ഫസ്റ്റ് തന്നെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തപ്പോൾ ആൾ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ എടുക്കുക ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കേൾക്കാറുണ്ട്. ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഞാൻ തന്നെ പിടിച്ചു എന്നിട്ടാണ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.